നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, ഈ വീഡിയോയിൽ പറയുന്ന വിഷയം അനിഴം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. ഈ അനിഴം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു, അവരുടെ മുൻജന്മ വിശേഷങ്ങൾ എന്താണ്, ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇവർ ആരായിരുന്നു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി വേറെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവര് എങ്ങനെയാണ് ഇവരുടെ അതായത് ജ്യോതിഷപരമായിട്ട് ഒരു വ്യക്തിയുടെ മുൻജന്മ കാര്യങ്ങൾ എങ്ങനെ അറിയാം, അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരണമല്ലോ, എന്നാലല്ലേ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ, ഇല്ലേ? അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നു എന്നാണ് നമ്മുടെ വിഷയം. ഇവരുടെ പൂർവ്വജന്മ രഹസ്യവും എന്താണ്? ഈ വീഡിയോ നിങ്ങൾ വിശ്വാസികൾ കാണണം എന്നാണ് എന്റെ അഭിപ്രായം. അവിശ്വാസികൾ കാണണ്ട. കാരണം അവര് കമന്റ് ഇടും, ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ആണ്, ഇങ്ങനെ ഒരു പൂർവ്വജന്മ കാര്യമൊന്നും ഒരു മനുഷ്യനില്ല എന്ന് വാദിക്കുന്നവരാണ് ഈ അവിശ്വാസികൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ അവിശ്വാസികൾ കാണണ്ട എന്ന്. പിന്നെ ഈ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഭാരതീയ ജ്യോതിഷ പ്രകാരം ഒരാളുടെ പൂർവ്വജന്മം എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ പറയുന്നത്. ഭാരതീയ ജ്യോതിഷത്തില് പൂർവ്വജന്മത്തെപ്പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നുണ്ട് ഒരാളുടെ പൂർവ്വജന്മം എങ്ങനെയായിരുന്നു എന്ന്. അത് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാനുള്ള വഴിയുടെ വസ്തുതയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോ 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. പൂർവജന്മ കാര്യങ്ങള് നമ്മുടെ ആചാര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് അപ്പൊ ഈ പൂർവജന്മം കണ്ടുപിടിക്കുന്നത്? ഒരാളുടെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒരാളുടെ പൂർവ്വജന്മം നമുക്ക് കണ്ടുപിടിക്കാം. ഈ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വഭാവമാണ്. അതേപോലെ തന്നെ 9-ാം ഭാവം, പിന്നെ 12-ാം ഭാവം. ഇതൊന്ന് വിശകലനം ചെയ്താൽ ഒരു വ്യക്തിയുടെ പൂർവ്വജന്മം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് അനിഴം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഒരു മുൻജന്മ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജാതകം കൂടി ലഗ്നവും കൂടി ഗ്രഹനില കൂടി ഒന്ന് ഒത്തു നോക്കിയാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. സാമാന്യമായി ഇങ്ങനെ ചിന്തിക്കാവുന്ന കാര്യമാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം പരിശോധിച്ചു നോക്കണം, എന്നാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും അതേപോലെ തന്നെ കേതുവിന്റെയൊക്കെ സ്ഥാനങ്ങൾ ഒന്നും കൂടി നോക്കണം. സ്ഥാനങ്ങൾ നോക്കിയാലേ അത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകം നല്ലപോലെ ഒന്ന് പരിശോധിക്കണം, എന്നാൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തുള്ളൂ. ഇത് സാമാന്യമായി നമുക്ക് കാണാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയത്ത് ജനിച്ചവരായിരിക്കുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഓരോ ലഗ്നങ്ങൾ വ്യത്യാസം ഉണ്ടാവും. 9-ാം ഭാവം, 12-ാം ഭാവം, 5-ാം ഭാവം ഒക്കെ ഓരോരുത്തരുടെ വ്യത്യസ്തമായി കാണും. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായി കണ്ടാൽ മാത്രമോ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണത മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായ? കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുകൂടാതെ എന്റെ ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ ഇത് മറ്റുള്ളവരിലേക്കും ഇത് എത്തുകയുള്ളൂ. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഓരോരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കുമല്ലോ, അവർക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്.
അപ്പോ വീഡിയോ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഈ മറ്റു കാര്യത്തിലേക്ക് കിടക്കാൻ. എന്നാലേ ഇത് പറയുന്നത് ശരിയാവുള്ളൂ. അപ്പോ നമ്മുടെ ഈ അനിഴ നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നാണല്ലോ നമ്മുടെ വിഷയം. അനിഴ നക്ഷത്രക്കാർ, ഈ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിന്റെയും ആചാരങ്ങളുടെയും ദേവനായ മിത്രനാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. ശനിയാണ് അധിപനും. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരും സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നവരുമാണ്. അതായത് സാമാന്യമായി ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ എല്ലാവരായിട്ടും നല്ല സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചിരുന്നവരായിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, 5ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. അപ്പൊ ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നല്ല ഭക്തരും ഈശ്വര വിശ്വാസികളും ദയയുള്ളവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും വലിയ പുണ്യം ചെയ്തവരും ആയിരിക്കാനാണ് സാധ്യത. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നുള്ള പരാതിയുള്ളതിന്റെ പേരിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇവര് 5ാം ഭാവം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാം. ഇനി ഇവരുടെ 9ാം ഭാവം കൊണ്ട്, അത് കർക്കിടകമാണ്, കർക്കിടകൻ രാശിയാണ്. 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ മുൻജന്മത്തിൽ മാതാപിതാക്കളെയും കുടുംബത്തെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നവരാണ്. ഒരു വലിയ കുടുംബത്തിന്റെ താങ്ങും തണലും ഐശ്വര്യവുമായിരുന്നു ഇവർ എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും, ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ച. ഇനി ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലോ, കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനത്തിൽ ഇവർ നീതിയും ധർമ്മവും ന്യായവും പരിപാലിച്ച് സമാധാനപരമായി ചുറ്റുപാടുകളിൽ കഴിഞ്ഞിരുന്നവരായിട്ടും ഇവരെ കാണാൻ സാധിക്കും. അതായത് ഇത് ഒന്നുകൂടി പറയാം. അതായത് 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനത്തിൽ നീതിമാന്മാരും അതോടൊപ്പം തന്നെ ധർമ്മിഷ്ഠരും സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവരും അതേപോലെയുള്ള ചുറ്റുപാടുകളിൽ കഴിഞ്ഞിരുന്നവരും ആയിരിക്കാനാണ് സാധ്യത. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രതിസന്ധികളിൽ ഇവർ താങ്ങും തണലുമായി പ്രവർത്തിച്ചവരും ആയിരിക്കും. അതായത് അവരുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള സമയങ്ങളിലെല്ലാം അവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് സഹായവും അതേപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ ഇവർ തൽപരരായിരുന്നു എന്ന് വേണം കരുതാൻ. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയും ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇവർ. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇവർ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവരും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയും ആയിരുന്നു ഇവരെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയും. ശനി അധിപനായതുകൊണ്ട് ജീവിതത്തിൽ അല്പം താമസം നേരിട്ടാലും ഒടുവിൽ ഇവർ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതായത് ഇവരുടെ അധിപൻ ശനിയാണ് ഈ നക്ഷത്രത്തിന്റെ. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നേരിടാൻ അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ ഇവർ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർക്ക്
സാധിക്കുകയും ചെയ്യും. അതവർക്ക് അവരുടെ പൂർവജന്മത്തിന്ന് കിട്ടിയേക്കുന്ന ഒരു കഴിവാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.